പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല, ഒരുപാട് മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടെ വേദന അനുഭവിക്കുന്ന കണ്ണീർ ഒരു സ്ത്രീയുടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല. മാധ്യമത്തിലൂടെ ഇപ്പം ഇന്ന് വന്ന സമയത്ത് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അടിയന്തരമായി ഈ തെറ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശ്രീമാൻ വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മടിയിലിരുത്തി പീഡനത്തിന് പ്രോത്സാഹിപ്പിച്ചതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി അവസാനം വരെ പരിശ്രമിച്ച് എന്നിട്ടൊടുവിൽ ഹരിചന്ദ്രനെ പോലെ അഭിനയിച്ച് ഞാൻ മാങ്കൂട്ടത്തിൻ്റെ കൂടെയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കളിക്കാൻ തീരുമാനമെങ്കിൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് മനസ്സ് നൊന്താൽ അവരോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയുടെ പരിവേഷമൊന്നും ഉണ്ടാകില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ പരാതി പെൺകുട്ടി കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ പാലക്കാടിൻ്റെ SP ഒന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരാതി കൊടുത്ത് ഇത്ര സമയമായിട്ടും അവനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്ത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പോലീസ് അധികാരികൾ ഒരു പെൺകുട്ടിയെ മോശമായി നോക്കിയാൽ, ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ നിലനിൽക്കുന്ന നിയമപ്രകാരം അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പും നിയമവുമുള്ള ഈ കേരളത്തിൽ ഇവിടെ ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടാണ് പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഞാൻ അറിഞ്ഞത് ആ കുട്ടി ഇതിനു മുൻപും മാധ്യമ സുഹൃത്തുക്കൾ അറിയാതെ പോലീസ് അധികാരിയെ കണ്ടു എന്നാണ്. അത് ശരിയാണ് എങ്കിൽ ആ പോലീസ് അധികാരികളുടെ മുൻപിൽ സമര പോരാട്ടവുമായിട്ട് വരാൻ ഇവിടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 10 വോട്ട് പിടിക്കലിനേക്കാൾ എനിക്കേറെ വലുതാണ് ഒരു പെൺകുട്ടിയുടെ മാനം. അതും ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ഞാനിവിടെ ജീവനോടെയുള്ളപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറുപടി ഇവിടുത്തെ പോലീസ് അധികാരി പറയേണ്ടി വരും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റ് കേസിൻ്റെ മെറിറ്റുകളിലേക്ക് എനിക്ക് പോകാൻ സമയമായിട്ടില്ല.